Hello, hi everyone, welcome to my channel. So, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ന്യൂയോർക്കിൽ മുല്ല അന്വേഷിച്ച് പോവുകയാണ്. ന്യൂയോർക്കിൽ ഒത്തിരി ഡിഫിക്കൽട്ടാണ് മുല്ല കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹോം ഡിപ്പോയിലൊക്കെ വരാറുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ച് നോക്കി, എങ്ങും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞത് അവർ താമസിക്കുന്നത് ജമൈക്കയിലാണ് കേട്ടോ, ക്യൂൻസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ കുറച്ച് മുല്ല കിട്ടാനുണ്ട്, നീ വരുവാണെങ്കിൽ ഞാൻ മേടിച്ച് വെച്ചേക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അല്ല ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിൽ ഒരു സ്പോട്ടുണ്ട് കേട്ടോ, അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ടാണ്. അവിടേക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം ഒരു ചെറി ബ്ലോസം തീം കൊണ്ടുവരാം എന്നാണ്. പക്ഷേ അത് അത്ര മാച്ച് ആവുന്നില്ല, എനിക്കെന്തോ രണ്ട് മൈൻഡായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നാടിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ ഒരു മുല്ലയായാൽ ഒത്തിരി അധികം ഫീൽ കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് അവിടെ മുല്ല കുഴിച്ചിട്ട് അത് വളർന്ന് പന്തലിച്ച് അതിൻ്റെ അകത്തുനിന്ന് ഫ്ലവേഴ്സ് താഴെ വീഴുമ്പം അതിൻ്റെ താഴെ ഇരുന്ന് കോഫി കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതൊന്നും നടക്കുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യുഎസിലായിരിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പം നമ്മൾ അവരുമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കണം എന്ന്. അത് അപ്പോയിൻമെൻറ്റ്സ് ഒന്നും അല്ല, നമ്മൾ അവരെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിരിക്കണം അവർ അവൈലബിൾ ആണോ. ഇത് ഞാൻ ഒത്തിരി ഇടത്തും കളിയാക്കിയും അല്ലാതെയൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പം അവരുടെ മര്യാദകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കീഴ്വഴക്കം നമ്മൾ തെറ്റിക്കാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക. കാരണം ന്യൂയോർക്കിൽ എപ്പോഴും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്കെഡ്യൂൾഡും അതുപോലെ തന്നെ വെരി ഹെക്റ്റിക്കുമാണ്. അതായത് അവർക്ക് ഒത്തിരി അധികം കാര്യങ്ങളുണ്ടാവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരിക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്കെഡ്യൂൾ മുഴുവൻ തെറ്റിപ്പോകുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതൽ വൈകിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഡ്രൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ. കാരണം അത് ഒത്തിരി ഡേഞ്ചറസ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ ഓട്ടോ ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സേഫ് ആണ്, അതുപോലെ തന്നെ കംഫർട്ടാണ് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇന്നത്തെ ദിവസം ന്യൂയോർക്കിൽ ഒത്തിരി ട്രാഫിക്കൊന്നും ഇല്ല, അതുപോലെ തന്നെ 3 ലെയിൻസും ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ സാഹസങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആൻറ്റിയുടെ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഈ വീഡിയോയിൽ കാണില്ല കേട്ടോ. ബിക്കോസ് മറ്റൊരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എല്ലാം കൊടുക്കണം. അങ്ങനെ ആൻറ്റി നമ്മുടെ മുല്ലയെല്ലാം പാക്ക് ചെയ്ത് തന്നിരിക്കുകയാണ്. കൂടെ എനിക്ക് എക്സ്ട്രാ വേറൊരു പ്ലാനിങ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വീഡിയോ വീട്ടിൽ ചെന്നിട്ട് കാണാം.